സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകങ്ങളിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത്. അത് ഇതിനു മുമ്പ് നമ്മൾ 3 നടിമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിനോദിനി ദാസി, അതുപോലെ താരസുന്ദരി ദാസി, പിന്നെ തിങ്കരി, ഈ 3 നടിമാർ ഭഗവാന്റെ ആ ഭഗവാനെക്കുറിച്ചുള്ള കഥയിൽ ഇവർക്ക് ലഭിച്ച മുഖ്യമായ സ്ഥാനം അതാണ് ഭഗവാന്റെ സ്വാധീനമെന്ന് പറയുന്നത്. ആ നടിമാരെ എങ്ങനെയാണ് ഈ 100-150 വർഷം കഴിഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം വീണ്ടും വീണ്ടും അവരുടെ ജീവിതം പഠിക്കാൻ, അല്ലെങ്കിൽ അവരെ ഓർക്കാനോ അവരുടെ ജീവിതത്തെ പിന്തുടരാനോ, അല്ലെങ്കിൽ ആ ഒരു സാധനാ ജീവിതത്തെ ഒരു ഭക്തിപൂർവ്വം മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് തന്നെയാണ് ആ സ്വാധീനം. ഭഗവാന്റെ സ്വാധീനമാണത്. ഭഗവാന്റെ ഓരോ തരത്തിലുള്ള അവതാര ലക്ഷ്യങ്ങളിൽ കഥാപാത്രങ്ങളായവരാണവർ. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ഇവർ മറ്റേതെങ്കിലും ഒരു നാടകശാലയിലായിരുന്നു പോയിരുന്നെങ്കിൽ ആരും ഓർക്കാൻ പോകുന്നില്ല. അതേസമയം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക ഗ്രൂപ്പിൽ വന്നതുകൊണ്ടാണ് അവരെ ഈ ഓർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവർക്കൊരു ഭഗവത് സാന്നിധ്യം ലഭ്യമായത്, അല്ലെങ്കിൽ ഈശ്വരോന്മുഖമായൊരു ജീവിതം അവർക്ക് കിട്ടാനുണ്ടായ കാരണം അതാണ്. അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ജീർണിച്ച ഒരു സമൂഹത്തിലാണ് അവർ ജനിച്ചു വളർന്നത്. അവിടെ നിന്നാണ് അവർ വലിയ ഉത്കൃഷ്ടമായൊരു ജീവിതത്തിലേക്ക് പറിച്ചു നടപ്പെട്ടത്. പിന്നീട് എത്രയോ കാലങ്ങളായി ഭക്തന്മാർ അവരെ ആവർത്തിച്ച് നമ്മളെ പോലെയൊക്കെ ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള കാലവും ഓർക്കും. എത്ര കാലം പോയാലും അവരെല്ലാം ഓർമ്മിക്കപ്പെടും, നമ്മളെല്ലാം വിസ്മരിക്കപ്പെടും. അപ്പോൾ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വാധീനമാണ് അവരെ ഓർമ്മിക്കാനും ഒക്കെ ഇടയാക്കിയത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകങ്ങളിൽ ഭഗവാന്റെ ഒരു സ്വാധീനം, ആകെ 2 വർഷമേ ഭഗവാനുമായിട്ടുള്ള സഖ്യമുള്ളൂ ഗിരീഷ് ചന്ദ്ര ഘോഷിന്. അല്ല, നമ്മളത് വായിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ കഥ പിന്തുടരുമ്പോൾ നമുക്കൊരു ബോധ്യം വരുന്നത് എത്രയോ കാലങ്ങളായി ഭഗവാനുമായിട്ടുള്ളൊരു സഖ്യമുള്ള ഒരാൾ എന്നുള്ളൊരു തോന്നലുണ്ടാകും. ആകെ 2 വർഷമേ ഉള്ളൂ. ഇതിൽ ഈ പറയുന്നവരെല്ലാം 3-4 വർഷമേ ഉള്ളൂ. അതാണ് ഏറ്റവും തുച്ഛമായത്. ഒരു ജീവിത കാലഘട്ടത്തിലൊന്നും ഇവർ പിന്തുടരുന്നില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ കണ്ട എല്ലാവരുടെയും കാര്യം എന്ത് തന്നെ, മാസ്റ്റർ മഹാശയനായാലും ശരി, ആരുടെ കഥ എടുത്താലും ആകെ കൂടെ പരമാവധി ഇവരുടെ ചെലവഴിച്ച സമയം എന്ന് പറയുന്നത് 5 വർഷത്തിൽ താഴെയാണ് എല്ലാവരും. അപ്പോൾ എത്ര തുച്ഛമായ സമയമാണ്, ഒരു ആയുസ്സിൻ്റെ തുച്ഛമായ സമയം 5 വർഷം. അതിൽ 2 വർഷമേ ഉള്ളൂ ഗിരീഷ് ചന്ദ്ര ഘോഷ്. അപ്പോൾ തുച്ഛമായ ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഇവർ അമരന്മാരായി തീരുകയാണ്. 5 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷമൊക്കെ ഭഗവാനുമായിട്ടുള്ള സഖ്യമുണ്ടായപ്പോൾ ഇവരെല്ലാം അമരന്മാരായി. അപ്പോൾ ആലോചിച്ച് നോക്കി, അധിക സമയമൊന്നും വേണ്ട. ഈ സാധനയ്ക്ക് ഒരായുഷ്കാലം ഒന്നും ആവശ്യമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഒരായുസ് മുഴുവനും തപസ്സിരുന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് പറയുന്നതിനേക്കാളും അതൊന്നും അല്ല അതിനകത്തെ യാഥാർത്ഥ്യം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ വളരെ വ്യക്തമായിട്ട് ഈ കലിയുഗത്തിൽ നമ്മെ പഠിപ്പിച്ചു. കാര്യം തുച്ഛമായ ഒരു 5 വർഷം അല്ലെങ്കിൽ 2 വർഷം മതി. നിങ്ങൾ 2 വർഷം ഈശ്വരനെ സ്മരിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതം സാർത്ഥകമായി. നമ്മൾ മോക്ഷപ്രാപ്തിക്കായി 2 വർഷം.
നമുക്ക് ത്രേതായുഗത്തിനും കൃതയുഗത്തിലുമൊക്കെ ലക്ഷക്കണക്കിന് വർഷം തപസ്സിരുന്നിട്ടാണ് ഈശ്വര സാക്ഷാത്കാരം. ലക്ഷങ്ങളാണ് അവരുടെ ആ വർഷത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ, ആ യുഗത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ലക്ഷം വർഷങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ആ ഒരായുസ് മുഴുവനും തപസ്സിരുന്നിട്ടൊക്കെയാണ് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക. ഇവിടെയോ വെറും പരമാവധി ഒരു 700 ദിവസം കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ഈ കഥകൾ പിന്തുടരുമ്പോൾ നമുക്ക് ബോധ്യം വരുന്നത്. ഇപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകത്തിൽ ഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ സ്വാധീനം എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. മാസ്റ്റർ മഹാശയൻ പറയുന്നത് ഭഗവാൻ, അതായത് ഭഗവാനുമായിട്ട് ആര് അടുത്ത് ഇടപഴകിയാലും അവർക്കൊക്കെ അവരവരുടേതായ മേഖലകളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ഭഗവാൻ പഠിപ്പിച്ചത്. അതാണ് ഭഗവാന്റെ ഒരു വലിയ പ്രത്യേകത. ഓരോരുത്തർക്കും അവരവരുടെ മേഖലയിൽ തന്നെ, ആ മേഖലയിൽ തന്നെ തുടരണമെന്നാണ് ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുള്ളത്. ആരേത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലയിൽ തന്നെ. മാസ്റ്റർ മഹാശയൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലയിൽ, ഗിരീഷ് ചന്ദ്ര ഘോഷ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലയിൽ തന്നെ, ഏത് തരം ജീവിതം നയിക്കുന്നുവോ അങ്ങനെ തന്നെ, അതൊന്നും മാറ്റണ്ട. പക്ഷേ എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളത് ഭഗവാൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ മാസ്റ്റർ മഹാശയൻ പറയുന്നത്, എന്നെ പഠിപ്പിച്ചത് എങ്ങനെ ഒരു നല്ല ടീച്ചറാകണമെന്നാണ് പഠിപ്പിച്ചത്. ആയുഷ്കാലം ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന കാലം മുഴുവനും, ആ ദിവസങ്ങൾ മുഴുവൻ ഭഗവാൻ പഠിപ്പിച്ചത് ഒരു മികച്ച അധ്യാപകനാകേണ്ടത് എങ്ങനെയെന്നാണ് പഠിപ്പിച്ചത്. അതേസമയം സ്വാമിജി പറഞ്ഞിട്ടുള്ളത് യുക്തിവിചാരം ശാസ്ത്രീയമായി ശീലിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. യുക്തിവിചാരം അത് ശാസ്ത്രീയമായിട്ട് ശീലിക്കണം, അപ്പോൾ അതാണ് എന്നെ പഠിപ്പിച്ചത് എന്നാണ് സ്വാമിജി പറയുക. അതേപോലെ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞിരുന്നത് ഒരു നാടകം എങ്ങനെ എഴുതണം എന്നെന്നെ പഠിപ്പിച്ചത് ഭഗവാനാണ്. ഒരു നാടകം എങ്ങനെ എഴുതണം എന്ന് എന്നെ പഠിപ്പിച്ചത് ഭഗവാനാണ്. നമുക്ക് അതിനു മുമ്പേ ഗിരീഷ് ചന്ദ്ര ഘോഷ് നാടക രംഗത്തുള്ള ആളാണ്. ഭഗവാന്റെ അടുത്ത് വരാനുണ്ടായ സാഹചര്യവും വന്നപ്പോൾ അനിയൻ എങ്ങനെയൊക്കെ കണ്ടു എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെയുള്ള ഇതിൽ കണ്ടതാണ്, കുറച്ച് മുമ്പേ കണ്ടതാണ്, മുൻപുള്ള കുറച്ച് കഥകളിൽ കണ്ടതാണ്. അങ്ങനെയുള്ള ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നു, അല്ലെങ്കിൽ ബംഗാളിലെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ്, സംവിധാനവും അഭിനയവും എല്ലാം ഒരുപോലെ കൊണ്ടു നടക്കുന്ന അതിപ്രഗത്ഭനായ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നു, ഒരു നാടകം എങ്ങനെ എഴുതണം എന്നും മാത്രമല്ല, നാടകം എഴുതുക മാത്രമല്ല, ഓരോ കഥാപാത്രം എങ്ങനെ അഭിനയിക്കണമെന്നും അതുവരെ താൻ പഠിക്കാത്ത ഒരു പാഠമാണ് ഭഗവാൻ പഠിപ്പിച്ചത്. ചെറിയ കാര്യമൊന്നുമല്ല. ഒരു നാടകം എഴുതുക മാത്രമല്ല, അതിലെ ഓരോ കഥാപാത്രം എങ്ങനെ അഭിനയിക്കണം എന്നും ഭഗവാനാണ് പഠിപ്പിച്ചതെന്ന് പറയും. അതെങ്ങനെയാണെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നീട് വളരെ വിശദമായി അത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഭഗവാൻ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് വളരെ വിശദമായിട്ട് ഭഗവാൻ പഠിപ്പിച്ച കാര്യം ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംഭാഷണം എഴുതുമ്പോൾ ഭഗവാൻ പഠിപ്പിച്ചതാണ്, ഒരു സംഭാഷണം എഴുതുമ്പോൾ അത് എന്തിന് എഴുതി എന്നതിന് ഉത്തരമുണ്ടായിരിക്കണം. അത് ഭഗവാനാണ് പഠിപ്പിച്ചത്. ഒരു സംഭാഷണം വെറുതെ ഒരു സംഭാഷണം എഴുതിയാൽ പോരാ, ആ സംഭാഷണം എന്തിനെഴുതി എന്നുള്ളതിന് ഉത്തരമുണ്ടായിരിക്കണം. ആ ഒരു സംഭാഷണം എങ്ങനെ ദിവ്യത്വത്തെ പ്രചോദിപ്പിക്കാൻ സഹായകമായി എന്ന് മനസ്സിലാക്കണം. വെറുതെ നാടകത്തിൽ ഒരു കഥാപാത്രം സംസാരിച്ചിട്ട് കാര്യം, കയ്യടി മേടിക്കാൻ നാടകം എഴുതണ്ട. തിയേറ്ററിലിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അതല്ല ഭഗവാൻ ഉദ്ദേശിച്ചത്. ഒരു നാടകത്തിൽ ഒരു കഥാപാത്രം ഒരു സംഭാഷണം എഴുതുമ്പോൾ, ഒരു സംഭാഷണം പറയുമ്പോൾ, ആ സംഭാഷണം എങ്ങനെയാണ് ദിവ്യത്വത്തെ പ്രചോദിപ്പിക്കുന്നത്, അങ്ങനെ ദിവ്യത്വത്തെ പ്രചോദിപ്പിക്കാൻ പാകമായ സംഭാഷണമായിരിക്കണം ആ കഥാപാത്രം പറയേണ്ടത്. അത് ഏത് കഥാപാത്രം പറഞ്ഞാലും കുഴപ്പമില്ല.
അതാണ് ഭഗവാൻ ആദ്യം പഠിപ്പിച്ചത്. അതുപോലെയാണ് ഒരു കഥാപാത്രമായി മാറുന്നതും. ആ കഥാപാത്രം സമൂഹത്തിന് ഏതുവിധം മാതൃകാപരമായിരിക്കണം എന്ന് നാടകം എഴുതുന്നയാൾ അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്നയാൾ അറിഞ്ഞിരിക്കണം. വെറുതെ ഒരു നടനെ സ്റ്റേജിൽ വലിച്ചു കയറ്റിക്കൊണ്ടൊന്ന് കുത്തിക്കയറ്റരുത്. ആ നടൻ അല്ലെങ്കിൽ ആ കഥാപാത്രം സമൂഹത്തിന് എவ்விധമാണ് മാതൃകാപരമായിരിക്കുന്നത് എന്ന് സംവിധായകനോ അല്ലെങ്കിൽ നാടകകൃത്തായ ആളിനോ ബോധ്യം വേണം. എങ്കിലേ ആ കഥാപാത്രത്തെ അവിടെ പ്ലേസ് ചെയ്യാൻ പാടും, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, ഭഗവാൻ എത്ര ഗംഭീരമായിട്ടാണ് നാടകം പഠിപ്പിക്കുന്നത്. ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞതാണ്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് വെറുതെ പറഞ്ഞതല്ല ഇത്. അതിൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നീട് പറയുന്നുണ്ട്. എങ്ങനെയാണ് തനിക്കതിൻ്റെ അനുഭവം ഉണ്ടായത്. ഈ പറഞ്ഞ പാഠം, ഭഗവാൻ പറഞ്ഞു കൊടുത്ത പാഠം അനുസരിച്ച് താൻ ഓരോന്ന് ചെയ്തപ്പോൾ തനിക്കുണ്ടായ അനുഭവം എന്താണ്, അതുവരെ ഇല്ലാതിരുന്ന പുതിയ അനുഭവം എന്താണെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നുണ്ട്. ഗിരീഷ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നത്തെ കാലത്തെ അവസ്ഥയോട് നമുക്ക് വളരെ തുലനം ചെയ്തു നോക്കണം. എന്താണത്? അതായത് ഭഗവാൻ പറഞ്ഞ എന്താണ്, ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു നാടകം നൽകുന്ന സന്ദേശം എന്തായിരിക്കണം എന്ന് നാടകകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നിലയ്ക്ക് ഒന്ന് തുലനം ചെയ്തു നോക്കാം. ഇന്നത്തെ ഈ നമ്മുടെ കാലഘട്ടവുമായിട്ടൊന്ന് വെറുതെ തുലനം ചെയ്തു നോക്കാം. ഞാനത് ഒന്നുകൂടെ അത് ബോധ്യം വരാൻ വേണ്ടി പറയുന്ന, നമുക്ക് രണ്ട് സിനിമകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. സിനിമയാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മളെ നാടകം നമ്മുടെ നാട്ടിൽ അധികം സ്വാധീനിക്കപ്പെട്ടിട്ടില്ല. അത്രയും വലിയൊരു ബംഗാളിലുണ്ടായിരുന്ന പോലുള്ള ഒരു നാടക സംസ്കാരം കേരളത്തിന് ഒട്ടും ഉണ്ടായിരുന്നില്ല, വളരെ കുറവാണ്. കൂടുതൽ നാടകങ്ങൾ ഈ ഉത്സവപ്പറമ്പിൽ കളിക്കുന്ന നാടകങ്ങളുടെ ഒരു ബഹളമായിരുന്നു. ബാക്കിയുള്ള ബുദ്ധിപരമായ നാടകങ്ങളൊന്നും കാണാൻ അധികം ആളുകളും ചെല്ലാറില്ല. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സിനിമയായിട്ടെടുക്കാം. ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ഭഗവാൻ പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഒരു നാടകം അല്ലെങ്കിൽ ഒരു കഥാപാത്രം പ്രവർത്തിക്കുന്നത് സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കണം അല്ലെങ്കിൽ ഈശ്വരോന്മുഖമായി എങ്ങനെ പ്രതിഫലിക്കണം എന്നുള്ളതായിരിക്കണം ലക്ഷ്യം എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ ആശയമായിരിക്കണം സമൂഹത്തിന് നൽകേണ്ടത് ഒരു നാടകം. ഇപ്പോൾ നമ്മൾ വെറുതെ രണ്ട് നമുക്ക് ഏറ്റവും പരിചിതമായ അല്ലെങ്കിൽ ഏറ്റവും രണ്ട് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ രണ്ട് സിനിമകൾ, ഒന്ന് ചെമ്മീനും മറ്റൊന്ന് ഈ അടുത്ത കാലത്തിറങ്ങിയ ദൃശ്യവും നമ്മൾ വെറുതെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ചെമ്മീൻ എന്ത് ആശയമാണ് നമുക്ക് സമൂഹത്തിൽ നൽകുന്നത്? ചെമ്മീൻ സിനിമ നൽകുന്ന ആശയം എന്ന് പറയുന്നത് കടലിനോടുള്ള അതായത് കടലമ്മ എന്നുള്ള ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന പോലെ ഒരു മാതാവ് എന്നുള്ള സങ്കല്പത്തിൽ കടലിനെ കാണുന്ന ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കഥയുടെ കഥാതന്തു എന്ന് പറയുന്നത് കടലമ്മയുമായി ഒരു മനുഷ്യ സമൂഹത്തിനുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. അതേസമയം നമ്മൾ ഈ റീസെൻ്റായിട്ട് വന്ന ദൃശ്യം എന്ന സിനിമ എടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സമൂഹത്തിന് പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു ക്രൈം ബുദ്ധിപൂർവ്വം ചെയ്യാമെന്ന് പഠിപ്പിക്കുകയാണ്. ഇതിലേതാ സമൂഹത്തിന് ഗുണം? പ്രകൃതിയെ അമ്മയായി കാണുക എന്ന് പറയുന്ന ഒരു സിനിമ, എങ്ങനെ ഒരു ക്രൈം ബുദ്ധിപൂർവ്വം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു സിനിമ. അപ്പോൾ ഇതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞത്, ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിന് പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു വലിയ ഉദാഹരണം. ഏതായിരിക്കണം വേണ്ടത്? ആദ്യത്തെ ചെമ്മീൻ എന്ന സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയമായിരിക്കണം സമൂഹത്തിന് ഏറ്റവും ഗുണം. പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ആ ഒരു ആദരവും സ്നേഹവും ബന്ധവും, അതിനെ വശംവദനായിക്കൊണ്ട്, പ്രകൃതിക്ക് വശംവദനായിക്കൊണ്ട്, കടലിന് വശംവദനായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, ഇതെല്ലാമാണ് അതിനകത്ത് കയറി വരുന്നത്. മറ്റതോ ഒരു ക്രൈം എത്ര ഗംഭീരമായിട്ട് നിയമത്തെ കബളിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്രൈം ചെയ്തെങ്ങനെ രക്ഷ. ഈ രണ്ടും തമ്മിലുണ്ടായ വ്യത്യാസം, കടപ്പുറത്ത് പോയി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും, കടലിനെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ പോലുമില്ല, കടപ്പുറം കാണാൻ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഓരോ മനുഷ്യനും കടപ്പുറത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ കടലമ്മ എന്നുള്ള ഒരു ഇമേജ് കടന്നു വരുന്നു. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ ഈ തീരത്ത് വന്നിട്ട് കടലമ്മ കള്ളി എന്നെഴുതിയാൽ കടൽ വന്നത് മായ്ക്കും എന്ന് പറയുന്നത്.
എൻ്റെ കുഞ്ഞിക്കാലം മുതലേ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് കടപ്പുറത്ത് പോയപ്പോഴും കുട്ടികൾ ഇത് തന്നെ ചെയ്യുന്നു. എത്ര തലമുറ മാറിയിട്ടും ആ കടലമ്മ എന്നുള്ള സങ്കല്പത്തെ മനുഷ്യൻ ഉൾക്കൊള്ളുന്നുണ്ട് ഇവിടെ. മറ്റതോ നമ്മൾ അടുത്തിടെ പത്രങ്ങളിൽ വായിച്ച പല വാർത്തകളിലും കണ്ടിരുന്നു, ആ സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്ത ക്രൈംസാണെന്നാണ്. പോലീസ് ഡയറിയിലൊക്കെ പലയിടത്തും ആ പോലീസ് ഡയറിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ക്രൈം ടെൻഡൻസി അതാണ്. അപ്പോൾ ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, നീ എങ്ങനെയായിരിക്കണം ഒരു നാടകം അവതരിപ്പിക്കേണ്ടതെന്ന്. അത് തന്നെയാണ്. അപ്പോൾ ഈശ്വരോന്മുഖമായ ഒരു സമീപനം ഒരു കൃതിയിൽ അല്ലെങ്കിൽ ഒരു നാടകത്തിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഉണ്ടാകുമ്പോൾ അത് ജനത്തെ എത്രമാത്രം പ്രചോദിപ്പിക്കുന്നു. മറ്റൊരു ഉദാഹരണം ഈ അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട നാഷണൽ അവാർഡ്, അത് കാന്താര എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ കാന്താര എന്ന സിനിമയുടെ നടനെയാണ് ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? നമ്മുടെ ഒരു പൗരാണികമായ ഒരു ദൈവിക സങ്കല്പത്തെയാണ് അത് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് ആ സിനിമ വിജയിച്ചത്. അതേപോലെയാണ് മാളികപ്പുറം എന്നുള്ളൊരു സിനിമ വന്നപ്പോൾ വലിയ വിജയം നേടിയത്. കാരണം ഇത് ഈശ്വര സാക്ഷാത്കാരത്തിന് സമൂഹത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇതാണ് ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിന് കൊടുത്ത പാഠം. അതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞ എങ്ങനെയായിരിക്കണം ഒരു നാടകം എഴുതേണ്ടത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ സ്വാധീനം എപ്രകാരം തൻ്റെ നാടക ജീവിതത്തിൽ മാറ്റം വരുത്തിയെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ പിന്നീട് സമർത്ഥിക്കുന്നുണ്ട്. എന്തായിരുന്നു അത്? ഗിരീഷിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബംഗാളി നാടക രംഗത്ത് തന്നെ ഒട്ടനവധി പഠനങ്ങൾക്ക് വഴി തെളിച്ചതാണ് ശ്രീരാമകൃഷ്ണ ഗിരീഷ് ബന്ധം. ബംഗാളി നാടക രംഗത്ത് ഒട്ടനവധി പരീക്ഷണങ്ങൾക്കും ഒട്ടനവധി പഠനങ്ങൾക്ക് വഴി തെളിച്ചതാണ് ഗിരീഷ് ശ്രീരാമകൃഷ്ണ ബന്ധം. അനേകം പഠന ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് രചിക്കപ്പെട്ടു. ആകെ 2 കൊല്ലമാണ് ഇവർ തമ്മിൽ സഹകരിച്ച് നിന്നത്. ഭഗവാന്റെ അടുത്ത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ചെലവിട്ടത് ആകെ 2 വർഷമാണ്. ആ 2 വർഷം കൊണ്ട് ഉണ്ടായ ആ ബന്ധത്തിൽ നിന്നുണ്ടായ നാടക സങ്കല്പത്തിന് പിന്നീട് ബംഗാളിൽ പഠന ഗ്രന്ഥങ്ങൾ പിന്നീട് നിരവധിയാണ് രചിക്കപ്പെട്ടത്. രാമകൃഷ്ണ ആൻഡ് ബംഗാളി സ്റ്റേജ് എന്ന ടൈറ്റിലിൽ തന്നെ രാമകൃഷ്ണ ആൻഡ് ബംഗാളി സ്റ്റേജ് എന്ന തലക്കെട്ടിൽ തന്നെ ഒരു പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. നിരവധി പുസ്തകങ്ങൾ, പഠന ഗ്രന്ഥങ്ങൾ, രാമകൃഷ്ണ ആൻഡ് ബംഗാളി സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊന്നാണ് പ്രൊഫസർ നളിനി രഞ്ജൻ ചതോപാധ്യായയുടെ ഗ്രന്ഥം. അദ്ദേഹം രചിച്ചത് ഇതിൽ നാടകരചന മാത്രമല്ല, അഭിനയവും സംഗീതവും വരെ ശ്രീരാമകൃഷ്ണൻ്റെ സ്വാധീനം എപ്രകാരമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകത്തിൽ ഈ നളിനി രഞ്ജൻ ചതോപാധ്യായയുടെ ആ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഇതിൽ നാടകരചന മാത്രമല്ല, ശ്രീരാമകൃഷ്ണൻ ദേവൻ അഭിനയവും സംഗീതവും വരെ എങ്ങനെയെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ പഠനം നടത്തിയിരിക്കുകയാണ് ആ ഗ്രന്ഥത്തിൽ. എന്നിട്ട് ഇന്ത്യയിൽ ആദ്യം സിനിമ നാടക രംഗങ്ങളിൽ തരംഗം സൃഷ്ടിച്ചത് ബംഗാളിലായതിൻ്റെ കാരണവും അതാണ്. ഇന്ത്യയിൽ ഈ സിനിമയാകട്ടെ നാടകമാകട്ടെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് വ്യത്യസ്തമായ ഒരു 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 പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും വലിയ വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്തത് ബംഗാളിലാണ്. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലുമല്ല, ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ശ്രീരാമകൃഷ്ണ സ്വാധീനമായിരുന്നു അതിൻ്റെ കാരണം. അത് പിന്നീടുള്ള കാലത്താണ് അത് വലിയ വിപുലപ്പെട്ടതെന്നാണ് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ അത് മോഡേൺ സൊസൈറ്റി എന്നാണ്, മോഡേൺ സൊസൈറ്റി. പക്ഷേ അതിൻ്റെ പേര് ശ്രീരാമകൃഷ്ണദേവൻ്റെ കാലത്ത് നിന്ന് തുടങ്ങിയതാണ് ഈ മോഡേൺ സൊസൈറ്റിയിലുള്ള ഈ മാറ്റം, ബംഗാളി മേഖലയിലുള്ള മാറ്റം. എങ്ങനെയാണത് നമ്മൾ ബോധ്യപ്പെട്ടത്? സത്യജിത് റേ, മൃണാൾ സെൻ, ഋത്തി ഘട്ടക്, ഗോവിന്ദ് നിഹലാനി, അങ്ങനെ ബുദ്ധദേവദാസ് ഗുപ്ത തുടങ്ങി എത്ര പേരാണ്. നമുക്ക് മലയാളത്തിലോ വേറൊരു ഭാഷയിലോ ഇത്രയും പേരെടുത്ത് പറയാൻ പറ്റൂ. നോക്ക്, ഇവരെല്ലാം ആ ബംഗാൾ സിനിമ നാടകത്തിൻ്റെ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്നത് ശ്രീരാമകൃഷ്ണദേവൻ്റെ പഠനങ്ങളിൽ നിന്നുള്ള ആ പാഠഭാഗങ്ങളാണ്
പുതിയ നാടക സിനിമാ മേഖലയെ ബംഗാളിൽ സ്വാധീനിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലും ഈ മോഡേൺ സൊസൈറ്റിയിലും അത് പ്രസക്തമാകുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ വന്നപ്പോൾ ആരൊക്കെയാണ്? അപർണ സെൻ, അനുരാഗ് ബസു, ഋതുപർണ ഘോഷ്, ഗൗതം ഘോഷ്, ഉത്പലേന്ദു ചക്രവർത്തി. അതായത് ആ ലിസ്റ്റ് നീണ്ടു പോയാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഇത്രയും പുതിയ കാലഘട്ടത്തിൽ പോലും നാടക സിനിമാ മേഖലയെ ഭഗവാന്റെ സ്വാധീനം കൊണ്ട് ഇത്രയും മികച്ചതാക്കിയത് ഇത് പഠനങ്ങളിൽ പറഞ്ഞതാണ്. ഇത് പഠനം തയ്യാറാക്കിയതാണ്. എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണൻ ഈ മേഖലയിൽ നടത്തിയ സ്വാധീനം എന്നുള്ളതാണ് ഇത്രയും ആളുകൾ ഈ അടുത്ത കാലത്ത് വന്ന ഈ അവസാനം പേരിൽ പറഞ്ഞ വരെ ഉൾപ്പെടെയുള്ളവർ ഈ രംഗത്ത് പ്രവർത്തിച്ചത് ഈ സ്വാധീനത്തിൻ്റെ പേരിൽ. അപ്പോൾ എത്ര കാലമായിട്ട് ആ സ്വാധീനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വചനാമൃതം തന്നെ സിനിമയായിട്ടുണ്ട്. ഭഗവാനെക്കുറിച്ച്, ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ചുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാമിജിയെക്കുറിച്ചുള്ള വചനാമൃതത്തെക്കുറിച്ച് ബംഗാളിൽ സിനിമയുണ്ടായി, വചനാമൃതം. അത് ബികാഷ് ഗോസ്വാമിയാണത് സംവിധാനം ചെയ്തത്. ബികാഷ് ഗോസ്വാമി എന്ന സംവിധായകനാണ് വചനാമൃതം, കഥാമൃതത്തെ, ശ്രീരാമകൃഷ്ണ കഥാമൃതത്തെ സിനിമയാക്കി മാസ്റ്റർ മഹാശയനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കി എത്ര ഗംഭീരമായിട്ടാണ് ആ സ്വാധീനം കടന്നു വന്നത് ബംഗാളിൽ. ഭഗവാന്റെ ഒരുപാട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ തപ്പി നോക്കിയാൽ ലിസ്റ്റ് ഇങ്ങനെ കിടപ്പുണ്ട്. ശ്രീരാമകൃഷ്ണദേവനെ എൻ്റെ കഥയെ അത് നമ്മൾ ഏറ്റവും അടുത്ത കാലത്ത് വന്നത്, അതായത് അവസാനം വന്നത് സിനിമ എന്ന് പറയുന്നത് മിഥുൻ ചക്രവർത്തിയാണ് ഭഗവാനായിട്ട് അഭിനയിച്ചത്. മിഥുൻ ചക്രവർത്തി ഭഗവാനായിട്ട് അഭിനയിച്ചതാണ്. പിന്നീട് അവസാനം വന്ന വിവേകാനന്ദ എന്നുള്ള ആ ഒരു സ്വാമിജിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള സിനിമയാണ് വന്നത്. അപ്പോൾ ഈ തരത്തിൽ ബംഗാളിൽ ഈ കാലഘട്ടത്തിലേക്ക് വരെ എത്തിച്ചേരുന്നു ശ്രീരാമകൃഷ്ണ സ്വാധീനം എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിലേക്ക് ഞാനീ പറഞ്ഞു വന്നത്, ഗിരീഷ് ചന്ദ്ര ഘോഷിൽ തുടങ്ങിയ ആ ഒരു സംസ്കാരത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ വീണ്ടും തുടർന്നു പോകുന്നു എന്നുള്ളതാണ്, വളരെ സജീവമായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഗിരീഷ് ചന്ദ്ര ഘോഷിലേക്കൊന്ന് മടങ്ങി വരാം. നമ്മുടെ പ്രധാന വിഷയം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകമാണ്. അപ്പോൾ ഗിരീഷ് തന്നെ ഏകദേശം 90 നാടകങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ എഴുതിയത്. 90 നാടകങ്ങൾ. അപ്പോൾ അതിൽ പറയുന്നത് ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നതിന് മുമ്പ് വർഷത്തിൽ ഒരു നാടകമോ മറ്റോ എഴുതിയിട്ടുള്ളൂ. ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നതിന് മുമ്പ്, കാണുകയും കൂടെ നിൽക്കുകയും ആകെ കൂടെ ചെയ്യുന്ന 2 വർഷമേ ഉള്ളൂ. അപ്പോൾ ആ 2 വർഷത്തിന് മുമ്പ് നടന്നത് ഒരു വർഷത്തിൽ ഒരു നാടകം അല്ലെങ്കിൽ 2 നാടകത്തിൽ കൂടുതലൊന്നും ഗിരീഷ് ചന്ദ്ര ഘോഷ് എഴുതിയിട്ടില്ല. കാര്യം അതിനുള്ള കണ്ടൻറ് ഇല്ല കയ്യിൽ. അത് ഒരു നാടകം തന്നെ എഴുതി അവതരിപ്പിച്ച് അത് വിജയിപ്പിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ഒരു വർഷം തീരും. നമുക്കറിയാമല്ലോ, ഇവിടെ കൊമേഴ്ഷ്യൽ നാടകങ്ങൾ എഴുതുന്ന ഇപ്പോൾ എത്രയോ നാടക എഴുത്തുകാരുണ്ട്. ഒരു വർഷം ഒരു നാടകമാണ് അവരെഴുതുക. ആ ഒരു നാടകം ആ ഒരു സീസൺ മുഴുവൻ കളിച്ച് വിജയിക്കണം, എന്നിട്ട് അടുത്ത നാടകം എഴുതിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഒരു വർഷം ഒരു നാടകമാണ് ഒരു സാധാരണഗതിയിൽ ഒരു നാടകകൃത്ത് എഴുതുക. ഇവിടെ ഗിരീഷ് ചന്ദ്ര ഘോഷ് 90 നാടകങ്ങൾ എഴുതിയത് ഭഗവാനെ കണ്ടതിന് ശേഷം. അപ്പോൾ 2 വർഷമേ ഉള്ളൂ. ആകെ 90 നാടകം, അതിൽ ബഹുഭൂരിപക്ഷം എഴുതിയത് ഭഗവാനെ കണ്ട 2 വർഷം. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര നാടകം എഴുതി കാണും? നേരത്തെ ഒരു നാടകം 2 നാടകമാണ് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക എഴുത്ത് കാലഘട്ടം എടുത്താൽ തന്നെ അതിനു മുമ്പ് ഒരു 5-6 വർഷമേ വരുന്നുള്ളൂ. അപ്പോൾ ആ വർഷം 10-12 നാടകം എഴുതി കാണും. പോട്ടെ, 15 നാടകം അല്ലെങ്കിൽ 20 നാടകം എഴുതിക്കോട്ടെ. ആകെ എഴുതിയിരിക്കണം 90ആണ്. അപ്പോൾ ഏതാണ്ട് 80 നാടകങ്ങൾ ഭഗവാനെ കണ്ടതിന് ശേഷമാണ് എഴുതിയത്, അതും 2 വർഷം കൊണ്ട്. അപ്പോൾ ഒരു വർഷം 40 നാടകം. ചെറിയ കാര്യമൊന്നുമല്ല അത്. നമുക്ക് ഇപ്പം വിശ്വസിക്കാൻ പറ്റില്ല അത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും നാടകം എഴുതിപ്പോയത് എന്നുള്ളതും ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ കണ്ട ശേഷം ഒരു വർഷത്തിൽ തന്നെ ഈ ഓരോ കാഴ്ചയിൽ ഓരോ നാടകം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. ഓരോ തവണ ഇവർ തമ്മിൽ കാണുമ്പോൾ ഒരു നാടകം ജനിക്കുകയാണ് അവിടെ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ അടുത്ത്. എന്നിട്ട് പിന്നീട് ഗിരീഷ് ചന്ദ്ര ഘോഷ് അത് പറഞ്ഞു കൊടുത്തിട്ട് എഴുതിക്കുകയാണ്. ഉടനെ അപ്പോൾ തന്നെ അത് നാടക രൂപത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ 1884 ശേഷവും, അതായത് ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക ജീവിതത്തെ 1884 മുൻപും ശേഷവും ഒന്ന് 2ആയിട്ട് തിരിക്കാം.
അപ്പോൾ 84 ഭഗവാൻ നാടകം കാണാൻ ആദ്യമായിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ അവിടെ ചൈതന്യലീല. അപ്പോൾ 84 മുതൽ 86 വരെയാണ് ഗിരീഷിൻ്റെ ഭഗവാനുമായിട്ടുള്ള സഖ്യം. അപ്പോൾ ഗിരീഷിൻ്റെ ഭാഗം അപ്പോൾ 84 ആഗസ്റ്റ് മുതൽ 86 ആഗസ്റ്റ് വരെ. 84 ആഗസ്റ്റിലാണ് ഭഗവാൻ ആ നാടകം കാണാൻ ചെല്ലുന്നത്. പിന്നെ ഭഗവാന്റെ ദേഹത്യാഗം വരുന്നത് 86 ആഗസ്റ്റിലാണ്. അപ്പോൾ 84 ആഗസ്റ്റ് മുതൽ 86 ആഗസ്റ്റ് വരെ വളരെ ചുരുങ്ങിയ സമയം. എഴുതിയ നാടകങ്ങൾക്ക് കണക്കില്ല. അപ്പോൾ 1912 വരെ നീണ്ടതായിരുന്നു ആ നാടക ജീവിതം. ഈ 2 വർഷം കൊണ്ട് 84 മുതൽ 86 വരെ ഗിരീഷ് ചന്ദ്ര ഘോഷ് സ്വാംശീകരിച്ച ഭഗവാനുമായിട്ടുള്ള തൻ്റെ ആ സഖ്യം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാടക ജീവിതം മുന്നോട്ട് പോകുന്നത് 1912 വരെയാണ്. അപ്പോൾ 84 മുതൽ 1912 വരെ. അപ്പോൾ എത്ര ആ കാലഘട്ടം മുഴുവൻ ഇത്രയും കാലം മുഴുവനും 84 മുതൽ 1912 വരെ. 12ലാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് നിര്യാതനാകുന്നത്. അപ്പോൾ ആ ഇത്രയും കാലത്തിനിടയിൽ ആണ് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ രചിക്കപ്പെട്ടത്. അപ്പോൾ ഈ നാടകങ്ങൾ രചിക്കാനുണ്ടായ കാരണം ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നീട് പറയും എന്തുകൊണ്ട് നാടകം എഴുതിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാൻ ഓരോ കഥ പറയുമ്പോൾ അതൊരു നാടകമാണ്. അപ്പോൾ ഭഗവാനുമായിട്ട് ആകെ 2 വർഷമേ ചിലവഴിച്ചുള്ളെങ്കിലും ഗിരീഷ് ചന്ദ്ര ഘോഷ് നാടകമെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ സന്യസിക്കണം എന്നുള്ള താല്പര്യത്തിലേക്ക് പോയത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ പറയുന്നത് സന്യസിക്കാനുള്ള താല്പര്യത്തിൽ ഭഗവാനോട് അത് ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. സന്യസിക്കണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ സന്യസിക്കാൻ പോയപ്പോൾ ഭഗവാൻ തന്നെ എന്തു പറഞ്ഞു? ശ്രീരാമദേവനാണത് തടഞ്ഞത്. നീ സന്യസിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതേ നിലയിൽ തന്നെ തുടരണം. ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ സന്യസിക്കണം എന്നുള്ള ആ താല്പര്യം മാസ്റ്റർ മഹാശയനും ഇതേ താല്പര്യം പ്രകടിപ്പിച്ച ആളാണ്. ഭഗവാന്റെ അടുത്ത് വരുന്നവരെല്ലാം സന്യസിക്കണം എന്നുള്ള താല്പര്യക്കാരാണ്. പക്ഷേ ആരൊക്കെ സന്യസിക്കണം ആരൊക്കെ സന്യസിക്കേണ്ട എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പറഞ്ഞത് ഓരോരുത്തർ പ്രവർത്തിക്കുന്ന അതേ നിലയിൽ തന്നെ തുടരണം എന്നാണ് ഭഗവാൻ നിർദ്ദേശിച്ചത്. എന്തിനാണത്? നിങ്ങളുടെ നാടകത്തിലൂടെ ജനങ്ങൾക്കൊരുപാട് ദർശനങ്ങൾ നൽകാനുണ്ട്. നിങ്ങൾ സന്യസിച്ചാൽ അത് നടക്കില്ല. അതിന് വേറെ ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ നാടകത്തിലൂടെ ഒരുപാട് പേർക്ക് ദർശനങ്ങൾ നൽകാനുണ്ട്. അതാണ് നിങ്ങളെ ഏൽപ്പിച്ച ജോലി. അതൊരു സന്യാസിയിൽ നിന്ന് ലഭിക്കുന്ന പോലെ അല്ല. അതുകൊണ്ടാണ് നീ സന്യസിക്കരുത് എന്ന് പറഞ്ഞത്. പക്ഷേ ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഭഗവാൻ എന്നിട്ട് കാവ്യവസ്ത്രം കൊടുക്കുന്നുണ്ട്. ഗിരീഷ് ചന്ദ്ര ഘോഷിന് മാത്രമാണ് അങ്ങനെ ഒരു കാവ്യവസ്ത്രം കൊടുത്തത്. കാവ്യവസ്ത്രം മാറ്റിവെച്ചത് ഗിരീഷ് ചന്ദ്ര ഘോഷിന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആ മനസ്സിൻ്റെ ഇഷ്ടം ഭഗവാൻ നിവർത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവസാന നിമിഷമായപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അത് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ഏകദേശം 6 മാസം മുമ്പാണ്. ഗോപാൽ ഘോഷ്, പിന്നീട് അദ്വൈതാനന്ദ സ്വാമിയായ ഗോപാൽ ഘോഷ്, അദ്ദേഹമാണ് സന്യാസിമാർക്ക് കാവ്യവസ്ത്രം രുദ്രാക്ഷമാല നൽകണമെന്ന് ആഗ്രഹിച്ച്, അതായത് മറ്റ് സന്യാസിമാർക്ക് കൊടുക്കാനായിട്ട് സന്യാസിമാരെ കണ്ടെത്തി അവർക്ക് കാവ്യവസ്ത്രവും രുദ്രാക്ഷമാലയും കൊടുക്കണം എന്ന ആഗ്രഹത്തിൽ കുറേ കാവ്യവസ്ത്രവും കുറച്ച് രുദ്രാക്ഷമാലയുമായിട്ട് വന്നത് ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് കൊടുത്തുകൂടാ? അതിൻ്റെ മുമ്പിൽ അന്ന് ഈ കുട്ടികളെന്ന് പറയുമ്പോൾ അവിടെ അന്തരംഗ ശിഷ്യന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഗോപാൽ ഘോഷിനോട് പറഞ്ഞു എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് കൊടുത്തുകൂടാ? ഇവരേക്കാൾ യോഗ്യരായ ഒരു സന്യാസിയെയും നിങ്ങൾക്ക് പുറത്തെവിടെയും കണ്ടു കിട്ടില്ല. പിന്നെ നിങ്ങളെന്തിനാണ് ഒരു സന്യാസിയെ തപ്പിപ്പോകുന്നത് ഇതൊക്കെ കൊടുക്കാൻ? 12 കാവ്യവസ്ത്രവും രുദ്രാക്ഷമാലയുമാണ് ഗോപാൽ ഘോഷ് കൊണ്ടുവന്നത്. അതിൽ 11 ഭഗവാൻ നേരിട്ട് തന്നെ തൻ്റെ അന്തരംഗ ശിഷ്യന്മാർക്ക് നൽകി. 11. എന്നിട്ട് ഒരെണ്ണം മാറ്റിവെച്ചു. അത് ആ 11 പേർക്ക് അന്ന് കാവ്യവസ്ത്രവും രുദ്രാക്ഷവും കൊടുത്തു എന്ന് രുദ്രാക്ഷമാലയും നൽകിയെന്ന് പറയുമ്പോൾ തന്നെ
സത്യത്തിൽ അതാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് പിന്നീട് മാറിയ ആ രാമകൃഷ്ണ സംഘത്തിൻ്റെ തറക്കല്ലിടൽ ഒരുപക്ഷെ അതുതന്നെയാണെന്ന് പറയാം. രാമകൃഷ്ണ സംഘത്തിന് തറക്കല്ലിടുന്നത് ഈ 11 പേർക്ക് നൽകുന്ന കാവ്യവസ്ത്രവും രുദ്രാക്ഷവുമാണ്. ബാക്കി വന്ന ഒരെണ്ണം ഭഗവാൻ മാറ്റിവെച്ചിട്ട് ഇത് ഗിരീഷിനുള്ളതാണ്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആ ആഗ്രഹം, അപ്പോൾ സന്യാസ ഭഗവാനത് മാറ്റിവെച്ചാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി സന്യാസിയാണെന്നുള്ളതാണ്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് സന്യാസി തന്നെയാണ്. ഭഗവാൻ സന്യാസിയായി ഗിരീഷ് ചന്ദ്ര ഘോഷിനെ എടുത്തു കഴിഞ്ഞു, സന്യാസിയായി അംഗീകരിച്ച് അല്ലെങ്കിൽ സന്യാസിയാവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു സന്യാസിയുടെ ജീവിതത്തിലൂടെ നീ പോയാൽ ഒരുപക്ഷെ നിനക്ക് ഈ സമൂഹത്തിന് നൽകാനുള്ള ആ ഉപദേശങ്ങൾ നൽകാൻ പറ്റാതെ വരും. ഒരു നാടകത്തിലൂടെ സാധിക്കുന്നത് അത്രയും എളുപ്പം, അത്രയും ഇതല്ല. ഒരു സന്യാസിയാകുന്നതിനേക്കാളും എളുപ്പം, അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തിനൊരു ഇത് നൽകുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം ഒരു നാടകത്തിലൂടെ ഇത് അവതരിപ്പിക്കും. നമുക്ക് തന്നെ അറിയാം, ഒരു നല്ല സിനിമ വന്നാൽ, ഒരു ഭക്തി സാന്ദ്രമായൊരു സിനിമ വന്നാൽ ഒരുപാട് പേരെ അത് സ്വാധീനിക്കും. അതേസമയം നമ്മളൊരു ആധ്യാത്മിക പ്രഭാഷണം നടത്തിയാൽ ആളുകൾക്ക് ബോറടിക്കും. അപ്പോൾ ഇതാണ് ആ വ്യത്യാസം. അപ്പോൾ ഇത് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നാടകം തുടരണം എന്നുള്ള. ഗിരീഷ് ചന്ദ്ര ഘോഷ് നാടകം തുടരണം. അപ്പോൾ സന്യസ്തരായ ശിഷ്യന്മാർ കഴിഞ്ഞാൽ പിന്നത്തെ ഗൃഹസ്ഥാശ്രമം ഉൾപ്പെടെയുള്ള അടുത്ത നിരയിലുള്ളവരിൽ ആദ്യ സ്ഥാനം ഭഗവാൻ നൽകിയിരിക്കുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷിനാണ്. പ്രഥമ സ്ഥാനം ഗിരീഷ് ചന്ദ്ര ഘോഷ് കഴിഞ്ഞേ ബാക്കി എല്ലാവരും ഉള്ളൂ. മാസ്റ്റർ മഹാശയൻ പോലും ഗിരീഷ് ചന്ദ്ര ഘോഷിനാണ് ആദ്യത്തെ സ്ഥാനം ഭഗവാൻ നൽകിയിരിക്കുന്നത്. എന്നാൽ ഭഗവാൻ നിർദ്ദേശിച്ച പോലെ തൻ്റെ നാടകം എന്ന മാധ്യമത്തിലൂടെ ഗിരീഷ് ലോകത്തിന് മാർഗദർശനം പിന്നീട് നൽകുകയും ചെയ്തു. അതാണ് 90ഓളം നാടകങ്ങൾ തൻ്റെ 1912 വരെയുള്ള ജീവിതത്തിനിടയിൽ എഴുതി ഭഗവാന്റെ ആ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ നിർദ്ദേശിച്ച ആ ജീവിതത്തിലേക്ക് സമൂഹത്തിന് നൽകുന്ന ഉപദേശങ്ങളെ നാടകരൂപത്തിൽ കൊണ്ടുവന്നു. ഭഗവാനുമായി ബന്ധം തുടങ്ങിയ 2 വർഷത്തിനിടയിലാണ് ഒരായുസ്സിലേക്ക് വേണ്ട ആശയം ഗിരീഷിന് കിട്ടിയെന്ന് ഗിരീഷ് പറഞ്ഞു. ആ 2 വർഷത്തെ ആയുസ് മുഴുവൻ ഉപയോഗിച്ചു, 12 വരെ ഉപയോഗിച്ചു. 2 വർഷത്തെ ആശയമാണ് അത്. ഓരോന്നും ആശയമാണെന്നാണ് ഗിരീഷ് പറയുന്നത്. ഓരോ ദിവസവും സംസാരിക്കുമ്പോൾ ഒരു സംഭാഷണം ഭഗവാൻ പറയുമ്പോൾ ഗിരീഷുമായിട്ട് സംഭാഷണം പറയുമ്പോൾ അത് നാടകമായി മാറുകയാണ് ചെയ്യുന്നത്. ഉടനെ ഗിരീഷ് വീട്ടിൽ വന്ന് ഈ മാസ്റ്റർ മഹാശയൻ എങ്ങനെയാണോ തൻ്റെ ഡയറി കുറിപ്പ് കുറിച്ച് വെച്ചത്, അതേപോലെ ഗിരീഷ് ചന്ദ്ര ഘോഷ് വീട്ടിൽ വന്ന് ആ ആശയത്തെ നാടകത്തിൻ്റെ ഒരു കഥാതന്തുവായിട്ട് ഉടനെ എഴുതി മാറ്റി വെക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ കഥാപാത്രങ്ങളായിട്ട്. ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെയാണ് പറഞ്ഞത്. ഗിരീഷ് പറയുന്നത് ഭഗവാൻ പറയുന്ന ഓരോ സംഭാഷണവും ഒരു നാടകത്തിനുള്ള പ്ലോട്ടാണ്. ഓരോ സംഭാഷണവും ഒരു നാടകത്തിൻ്റെ രചനാ വൈദഗ്ധ്യമുള്ള രീതിയിലാണ് ഭഗവാന്റെ അവതരണ രീതി. ഭഗവാൻ പറയുന്ന ഓരോ സംഭാഷണത്തിലും ഒരു നാടകരചന ഉൾപ്പെടുന്നുണ്ട് അതിനകത്ത്. അതിൻ്റെ വൈദഗ്ധ്യം ഉൾപ്പെടുന്ന രീതിയിലാണ് ഗിരീഷ് ചന്ദ്ര ശ്രീരാമകൃഷ്ണദേവൻ സംസാരിക്കുമ്പോഴുണ്ടാകുന്നത്. ഇത് അറിഞ്ഞ കേരളത്തിലെ ഒരു മഹാനായ കവിയാണ് കുട്ടമത്ത്. നമ്മൾ പണ്ട് കുട്ടമത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞ കഥയെയാണ് കുട്ടമത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ബാലഗോപാലൻ എന്ന നാടകമാക്കി മാറ്റി. അപ്പം നമ്മുടെ നാട്ടിലും ആ കാലത്ത് ഭഗവാന്റെ ആ ഉപദേശങ്ങളിൽ നിന്നുള്ള വരികൾ അടർത്തിയെടുത്ത്, അല്ലെങ്കിൽ ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാടകം രചിച്ചപ്പോൾ നോക്കൂ, ഓരോ നാടകങ്ങളും കുറേ കാലം കഴിയുമ്പോൾ നശിച്ചു പോകും, അല്ലെങ്കിൽ അതെല്ലാവരും മറക്കും. പക്ഷേ ബാലഗോപാലൻ എന്ന് പറയുന്ന നാടകം മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം മറക്കാൻ പറ്റില്ല. അത്രമേൽ അതിന് പ്രസക്തി ഉണ്ടായി. അപ്പോൾ കേരളത്തിൽ ഒരു കുട്ടമത്തിന് സാധ്യമായത്, അല്ലെങ്കിൽ കുട്ടമത്ത് സാധ്യമാക്കിയത്, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് അനുഭവപ്പെടാവുന്ന ഒരു ഘടകം. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ അവസ്ഥ ആലോചിച്ചു. കുട്ടമത്ത് കേട്ടറിവ് കൊണ്ട്, നിർമ്മലാൻ സ്വാമിയിൽ നിന്നുള്ള അറിവ് വെച്ചാണ്, അല്ലെങ്കിൽ ആ നിർമ്മലാൻ സ്വാമിയോടുള്ള ഒരു വലിയ ബന്ധം വച്ചിട്ടാണ് കുട്ടമത്ത് ഈ ഒരു ആശയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഭഗവാന്റെ കൂടെ 2 വർഷം ജീവിച്ച, അല്ലെങ്കിൽ നിരന്തരം ബന്ധപ്പെട്ട ഒരാളിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതാണ് അവിടെ സംഭവിച്ചത്. ഒരിക്കൽ വളരെ മാനസിക പ്രശ്നമുണ്ടായ ഗിരീഷ് ചന്ദ്ര ഘോഷ് സമാധാനത്തിന് വേണ്ടി ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നു. വളരെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്നു.
ഈ സമയം ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ എപ്പോഴും ഒരു കഥയാണ് പറയുക. ആ വരുന്നവരുടെ മനോനില അറിഞ്ഞൊരു കഥ പറയും. അപ്പോൾ കഥ പറഞ്ഞു, അത് വില്വമംഗൽ താക്കൂർ എന്ന ഒരാളെക്കുറിച്ചുള്ള നാടകമായി, വില്വമംഗൽ താക്കൂർ എന്നുള്ള ഒരു നാടകമായി രൂപപ്പെടുന്ന തരത്തിലായിരുന്നു ഭഗവാൻ ആ വില്വമംഗൽ താക്കൂറിനെ കുറിച്ചുള്ള കഥ പറയുന്നത്. ഇപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ മനോവ്യഥ മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, പക്ഷേ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഒരു മനോവ്യഥയോടുകൂടി ഭഗവാന്റെ അടുത്ത് വന്ന് ആ മനോവ്യഥയെ ഭഗവാൻ മനസ്സിലാക്കിയിട്ടാണ് വില്വമംഗൽ താക്കൂർ എന്ന് പറയുന്ന ഒരു കഥ ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിന് പറഞ്ഞു കൊടുത്തു. അപ്പം അത് കേട്ടതും ഗിരീഷ് നാടകരചനയ്ക്കുള്ള പെട്ടെന്ന്, അതായത് വളരെ മനക്ലേശത്തോടെ ഇരുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു കഥാതന്തു കിട്ടുകയാണ്. അതോടുകൂടി ഗിരീഷ് ചന്ദ്ര ഘോഷ് അങ്ങ് ഉണർന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആലസ്യവും വിട്ടിട്ട് നേരെ അത് ആ ആലസ്യം ഉണ്ടാകാനുള്ളൊരു കാരണം നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞിട്ടില്ല, ഞാൻ ഊഹിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് ഈ വില്വമംഗൽ ഠാക്കൂറിന് മുൻപ് വിജയകരമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നാടകം ഇതായിരുന്നു, നമ്മുടെ ഭഗവാന്റെ ആ പേരിൻ്റെ പറഞ്ഞു വന്ന പേര് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാടകമാണ് എഴുതി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ നാടകം വളരെ ഗംഭീരമായി നടന്നു വരിക. ചൈതന്യ മഹാപ്രഭുവായിട്ട് നമ്മുടെ വിനോദിനി ദാസിയൊക്കെ അഭിനയിക്കുന്ന ആ ഒരു ഭാഗം, ഭഗവാൻ കാണാൻ പോയ നാടകം. അപ്പം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ നാടകം അതിവിജയകരമായിട്ട് നടന്ന് അതിങ്ങനെ മുന്നോട്ട് വന്നൊരു ഘട്ടത്തിലാണ്, ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ആ മനോവ്യഥയോടുകൂടി ചെന്നപ്പോഴാണ് വില്വമംഗലം താക്കൂറിൻ്റെ കഥ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ വില്വമംഗലം ഠാക്കൂർ എന്ന നാടകം ഗിരീഷ് ചന്ദ്ര ഘോഷ് രചിക്കുന്നത്, വില്വമംഗലം ഠാക്കൂർ. അപ്പോൾ അത് വില്വമംഗലം ഠാക്കൂറിൻ്റെ നാടകം, അതിൻ്റെ ഒരു ചെറിയ രൂപം പറയും, ഒരു നാടകം എങ്ങനെ ഒരു നാടകമായിരിക്കുന്നു എന്നുള്ള അതിനെക്കുറിച്ച് വലിയ ഉദാഹരണം പറയുന്ന ഒന്നാണത്. അതായത് ഒരു നാടകം എങ്ങനെ ഒരു നാടകമായി ഇരിക്കുന്നു, ഒപ്പം ഈശ്വര സാക്ഷാത്കാരത്തിനു കൂടെ ഉതകുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ആ നാടകം എന്ന് പറയുന്നുണ്ട്. അപ്പം അതായത് ചിന്താമണി, ആ നാടകത്തിൻ്റെ ഉൾക്കാമ്പെന്ന് പറയുന്നത് ചിന്താമണി എന്നൊരു ഭഗവാൻ പറഞ്ഞു കൊടുത്തതൊരു അതിൻ്റെ ഒരു കഥാതന്തു മാത്രമാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷാണ് പിന്നീട് വന്നിട്ട് ആ നാടകത്തെക്കുറിച്ച് അതിനൊരു രൂപഘടന കൊടുത്ത് കഥാപാത്ര സൃഷ്ടിയൊക്കെ നടത്തി ആ നാടകത്തെ പൂർണ്ണമാക്കുന്നത്. അപ്പോൾ ചിന്താമണി എന്ന് ഉള്ള ഒരു വേശ്യസ്ത്രീ, ഒരു അഭിസാരികയായിട്ടുള്ള ഒരു സ്ത്രീ, ചിന്താമണി എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവരെ പ്രണയിച്ച ഒരാളാണ് വില്വമംഗൽ എന്ന് പറയുന്ന ഠാക്കൂർ, വില്വമംഗൽ ഠാക്കൂർ. അപ്പോൾ വില്വമംഗൽ ഠാക്കൂർ അവരോട് പ്രണയം തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ ആ വില്വമംഗൽ ഠാക്കൂറിൻ്റെ, ഞാനൊരു ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് ആ നാടകത്തെക്കുറിച്ച്, ചില വ്യത്യാസം വരാം, എന്നാലും അതിൻ്റെ കണ്ടൻറ്റ് കറക്റ്റാണ്. അപ്പോൾ വില്വമംഗൽ ഠാക്കൂറിൻ്റെ അച്ഛൻ മരിക്കുക ഒക്കെ ചെയ്തതിന് ശേഷം ആ അവസാന ചടങ്ങുകളെല്ലാം നടത്തി ഈ ചിന്താമണിയോടുള്ള അഭിനിവേശം മൂത്തിട്ട് ഈ വില്വമംഗൽ ഠാക്കൂർ അന്ന് രാത്രി തന്നെ തൻ്റെ വീട് വിട്ട് ഇറങ്ങി ഈ ചിന്താമണിയെ തേടി പോവുകയാണ്. അപ്പോൾ ചിന്താമണിയെ തേടി പോകുമ്പോൾ ഇയാൾ പോണ വഴിക്ക് ഒരു വലിയ പുഴ, ഒരു വെള്ളം കുത്തി ഒഴുകുന്ന വലിയ പുഴ, ഈ പുഴ കടക്കണം. അപ്പോൾ ഇയാൾ പോണ വഴിക്ക് ഇയാൾക്ക് പെട്ടെന്നൊരു മടൽ പോലെ, തടി പോലൊരു സാധനത്തിൽ പിടികിട്ടി. ഈ തടിയിൽ പിടിച്ചാണ് ഇയാൾ, ഈ ഒഴുക്കത്ത് രക്ഷപ്പെടാൻ വേണ്ടി രാത്രിയിലാണ് പോകുന്നത്, തടിയിൽ പിടിച്ച്, അതായത് പകല് അച്ഛൻ്റെ ശ്രാദ്ധകർമ്മങ്ങളെല്ലാം നടത്തി, ആ സംസ്കാര കർമ്മങ്ങളെല്ലാം നടത്തിയിട്ട് ഇയാൾ രാത്രിക്ക് രാത്രി ചിന്താമണിയെ തേടി പോകുന്നതാണ്. അപ്പോൾ ഈ തടിയിൽ പിടിച്ചാണ് ഇയാൾ അക്കരെ എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ കരയിൽ നിന്ന് മുകളിലോട്ട് കയറാൻ നോക്കിയപ്പം തെന്നിപ്പോകുന്നു. ആ സമയത്താണ് ഇയാളൊരു മരത്തിൽ നിന്ന് നൂണ്ട് കിടക്കുന്ന ഒരു കയറിൽ പിടിച്ച് തൂങ്ങിയാണ് ഇയാൾ കയറി കഷ്ടപ്പെട്ട് ഇയാൾ ചിന്താമണിയുടെ അടുത്തെത്തുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? നാടകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇയാൾ ആദ്യം തടിയെന്ന് കയറി പിടിച്ചത് മുതലയാണ്. ഈ മുതലയെ പിടിച്ചാണ് ഇയാൾ ഈ പുഴ നീന്തിയത്. ഇയാൾ കയറെന്ന് കയറി പിടിച്ച് പുഴയിൽ നിന്ന് വലിഞ്ഞു കയറിപ്പോയത് വലിയൊരു ഉഗ്ര സർപ്പത്തിൻ്റെ ഈ വാലിൽ പിടിച്ച് തൂങ്ങിയാണ് കയറിയത്. അപ്പോൾ ഇത് ഈ സന്ദർഭത്തെ ഇങ്ങനെയാണ് ഇയാൾ അക്കരെ ചെല്ലുന്നത്. നോക്കൂ,
അപ്പോൾ ഇതെന്താണ് ഈ പറയുന്നത്? ഈ നാടകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇയാൾക്ക് ഒന്നും ഇയാൾ അറിയുന്നില്ല. ഇയാളുടെ മനസ്സിൽ, ഈ വില്വമംഗൽ ഠാക്കൂറിൻ്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം ചിന്താമണി എന്നുള്ള ആ സ്ത്രീ മാത്രമാണ്. അവിടേക്ക് എത്തുക എന്നുള്ള എന്തോ ഞാൻ കേട്ടത് ഒരു ഡെഡ് ബോഡി എന്നാണ്. ഡെഡ് ബോഡി എന്നാ ശരിയായിരിക്കാം. ഏതായാലും ഈ ഞാനും ഇതിങ്ങനെ കേട്ട കഥയാണ്. അപ്പോൾ പലരും ചിലപ്പോൾ വ്യാഖ്യാനിച്ചത് പല രീതിയിലായിരിക്കും. ഓക്കെ, അങ്ങനെയാകാം, ഡെഡ് ബോഡിയൊക്കെ അപ്പോൾ എന്തോ ആകാം. എന്തായാലും അതായത് നമ്മൾ ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ ആണ് നമ്മളിത് കയറിപ്പോകുന്നത്. ഈ ശവശരീരത്തെയാണ് പിടിച്ചിട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്, ചിന്താമണി എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വില്വമംഗൽ ഠാക്കൂർ സഞ്ചരിക്കുമ്പോൾ വഴിയിലുള്ളതൊന്നും കാണുന്നില്ല. എല്ലാം അവിടെ എത്താനുള്ള മാർഗമായി മാറുന്നു. ഇപ്പോൾ ഈ ഡെഡ് ബോഡിയിൽ തൂങ്ങിയാണെങ്കിൽ അങ്ങനെ, പാമ്പിനെ പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, മാർഗത്തിൽ എന്താണെന്നുള്ളത് ഇയാൾ അറിയുന്നതില്ല, അവിടെ എത്തിച്ചേരുന്നു. അപ്പോൾ ഇത് ചിന്താമണിയാണ് ഇയാളോട് ചോദിക്കുന്നത്. ഈ ഒരു ആസക്തി ഈശ്വരനെ തേടാനായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെയാണ് ഇയാൾക്ക് വലിയൊരു ഉൾവെളിച്ചം ഉണ്ടാകുന്നത്. നമുക്ക് ഈശ്വരനെ തേടാൻ, ഈശ്വര സാക്ഷാത്കാരത്തിനാണ് ഈ ഒരു ആവേശം കാണിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ ആ വില്വമംഗൽ ഠാക്കൂറിലുണ്ടായ മാറ്റത്തെയാണ് ആ നാടകം പിന്നീട് വീണ്ടും ആ നാടകം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ ഒരു ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഒരു വേഷസ്ത്രീയിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കെത്താൻ ഒരാൾക്ക് ആ ഉപദേശം ഉതകുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ കുമാരനാശാൻ ഒരു നാടകം എഴുതിയിട്ടുണ്ട്. അവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മാത്രം. ഒരു വേഷസ്ത്രീ ഉപഗുപ്തനിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരം നേടുകയാണ് ചെയ്യുന്നത്. കരുണ എന്ന നാടകത്തിൽ വാസവദത്ത എന്ന് പറയുന്ന ആ വേഷസ്ത്രീ ഉപഗുപ്തൻ എന്ന് പറയുന്ന ബുദ്ധസന്യാസിയിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവസാന നിമിഷം, തൻ്റെ ശരീരം മുഴുവനും വെട്ടേറ്റ് കിടന്ന് ശ്മശാനത്തിൽ കിടക്കുമ്പോൾ അവസാനം ഈശ്വര സാക്ഷാത്കാരത്തിന് ആ ഘട്ടമെത്തിയപ്പോൾ സമയമായി എന്നും പറഞ്ഞ് ബുദ്ധഭിക്ഷു എത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കുമാരനാശാൻ്റെ ഇതിൽ വന്ന ഒരിത്. അതേസമയം ഗിരീഷ് ചന്ദ്ര ഘോഷ് എഴുതുമ്പോൾ നേരെ തിരിച്ചാണ് വന്നത്. അത് കുറെ കൂടെ ഒരു വേഷസ്ത്രീയിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ ഒരാളെ സഹായകമാകുന്നു എന്നുള്ളിടത്താണ്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഇപ്പോൾ സമയം അതിക്രമിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആ നാടക സങ്കല്പത്തിൻ്റെ ബാക്കി എങ്ങനെയാണ് അത് കേരളം വരെ എത്തിയ ഒരു സാംസ്കാരിക ഇതിലേക്ക് എങ്ങനെയാണത് വളർന്നത് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയാൻ വിചാരിക്കുന്നു. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.